നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ. എന്തുകൊണ്ടാണ് നാഷണൽ സ്പേസ് ഡേ ഇങ്ങനെ ആചരിക്കുന്നത്? ഇപ്പോൾ ഏകദേശം 2 വർഷമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെയുള്ള കഥ എന്താണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ ഈ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ഒരു തോഴിൽ നിന്നും ISRO പുതിയൊരു വിജയത്തിലേക്ക് കാലെടുത്തു വെച്ച ഒരു കഥയാണ് ഇതിന് പുറകിലുള്ളത്. കഥ ആരംഭിക്കുന്നത് 2019 2019 ജൂലൈ 22. ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഒരു ലോഞ്ച് വെഹിക്കിൾ പുറപ്പെടുകയാണ്. അതിനുള്ളിൽ ചന്ദ്രയാൻ 2 മിഷനുള്ള പേലോഡ്സ് ആണ്. 3 ഭാഗങ്ങളുണ്ട്. ഒരു ഓർബിറ്റർ, ഒരു ലാൻഡർ, ഒരു റോവർ. ഓർബിറ്റർ മൂണിന് ചുറ്റും അല്ലെങ്കിൽ ചന്ദ്രന് ചുറ്റും ഭ്രമണം നടത്തുകയും ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുകയും സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശേഷം ലാൻഡറിനുള്ളിലുള്ള റോവർ പുറത്തേക്ക് ഇറക്കുകയുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ സെപ്റ്റംബർ 6, 2019 ആയി. അന്നായിരുന്നു നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് പ്ലാൻ ചെയ്തിരുന്നത്. ഓർബിറ്റർ മിഷൻ നമ്മുടെ സക്സസ്ഫുൾ ആയിരുന്നു. അത് ഇപ്പോഴും ചന്ദ്രന് ചുറ്റും കിടന്ന് ഭ്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ലാൻഡറിന് എന്ത് സംഭവിച്ചു? ജൂലൈ 22 ലോഞ്ച് ചെയ്ത നമ്മുടെ ചന്ദ്രയാൻ 2 എന്ന മിഷൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. സെപ്റ്റംബർ 6 ആയിരുന്നു അവരെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ദിവസം. ഏകദേശം സൗത്ത് പോളിനടുത്തായി 500 മീറ്റർ ഇൻറ്റു 500 മീറ്റർ എന്ന ഏരിയയിൽ ആയിരുന്നു അവർ ലാൻഡിങ് പ്ലാൻ ചെയ്തിരുന്നത്. ഓർബിറ്ററിൽ നിന്ന് വിഘടിപ്പിച്ച നമ്മുടെ ലാൻഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു. വിക്രം ലാൻഡർ ഈ ലാൻഡ് ചെയ്യേണ്ട ഏരിയ ലക്ഷ്യം വെച്ച് നീങ്ങാൻ തുടങ്ങി. സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കടമ്പയാണ്. ക്രാഷ് ലാൻഡിങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈസിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, നേരെ കൊണ്ട് ഇടിച്ചിറക്കിയാൽ മതി. പക്ഷേ സോഫ്റ്റ് ലാൻഡിങ് അങ്ങനെയല്ല. അതിൻ്റെ വിക്രം ലാൻഡറിൻ്റെ കാലിൻ്റെ ബലങ്ങൾ, ലാൻഡ് ചെയ്യുന്ന പ്രതലം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് 500 മീറ്റർ 500 മീറ്റർ എന്ന ഒരു ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വിക്രം ലാൻഡറുമായി നമുക്കുള്ള ആ ഒരു കണക്ഷൻ വിഘടിച്ചു പോയി. കമ്മ്യൂണിക്കേഷൻ നടക്കാതായി. എന്തോ ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. വിക്രം ലാൻഡർ ചന്ദ്രന്റെ പ്രതലത്തിൽ ക്രാഷ് ലാൻഡ് ആവുന്നു. ഒരുപാട് വിമർശനങ്ങൾ ഇസ്രോയ്ക്ക് മേലെ വന്നു. പൊതുവെ അത്രയും നാളും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പബ്ലിക്കിനോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രോ ഈ ക്രാഷ് ലാൻഡിനെ പറ്റി അധികം ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. ധാരാളം വിമർശനങ്ങളാണ് ഇസ്രോയ്ക്ക് അന്ന് നേരിടേണ്ടി വന്നത്. ഇസ്രോ പറഞ്ഞു വിക്രം ലാൻഡർ തകർന്നിട്ടില്ല എന്ന് വരെ പത്രസമ്മേളനത്തോട് പറഞ്ഞു. പക്ഷേ 2020 ജനുവരി 1 ആയപ്പോഴേക്കും ഇസ്രോ സമ്മതിച്ചു വിക്രം ലാൻഡർ ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഈ മിഷൻ ഒരു പരാജയമായിരുന്നു എന്ന് ഇസ്രോ തുറന്ന് സമ്മതിച്ചു. ഇസ്രോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനായിരുന്നു ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2 ഒരു ഭാഗികമായ തോൽവിയായിരുന്നു എന്നാണ് ഞാൻ പറയുക. കാരണം ഓർബിറ്റർ എന്ന ഒരു ഭാഗം, നമ്മുടെ പ്രസിഡന്റ് ഓർബിറ്റർ എന്ന ഭാഗം ഇപ്പോഴും ചന്ദ്രന് ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഇനി ഒന്നുകൂടി ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് ട്രൈ ചെയ്യാമെന്നായി ഇസ്രോയുടെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവർ ചന്ദ്രയാൻ 3 എന്ന ഒരു മിഷൻ ആരംഭിച്ചത് തന്നെ. നമ്മുടെ ഓർബിറ്റർ ചന്ദ്രന് ചുറ്റും എപ്പോഴും ഭ്രമണം ചെയ്യുന്ന കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓർബിറ്റർ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നില്ല. അതിനു പകരം ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ചന്ദ്രന്റെ ഭ്രമണപഥം വരെ നമ്മുടെ വിക്രം ലാൻഡറിനെ എത്തിക്കാനുള്ള ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലും അതിൻ്റെതായ സെൻസേഴ്സും മറ്റു കാര്യങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ വിക്രം ലാൻഡറിനെയും റോവറിനെയും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു. അത് സക്സസ്ഫുള്ളി നമ്മുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് ഏറ്റവും വലിയ കടമ്പ. വിക്രം ലാൻഡറിനെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കണം. കഴിഞ്ഞ തവണ പറ്റിയ അമളി എല്ലാം ഇസ്രോ ഇപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിരുന്നു. എല്ലാം പഠിച്ച ശേഷം ഒരുപാട് മോഡിഫിക്കേഷൻ നമ്മൾ വിക്രം ലാൻഡറിലും ലാൻഡ് ചെയ്യാൻ പോകുന്ന ഏരിയയിലും വരുത്തി. ലാൻഡ് ചെയ്യേണ്ട ഏരിയ ഇത്തവണ നമ്മൾ 40 മടങ്ങ് വലുതാക്കി. ഒരു വലിയൊരു ഏരിയയിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോൽവി സംഭവിക്കാനുള്ള അല്ലെങ്കിൽ പരാജയം സംഭവിക്കാനുള്ള
സാധ്യത വളരെ കുറവാണെന്ന് ഇസ്രോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഒപ്പം തന്നെ വിക്രം ലാൻഡറിന്റെ കാലുകളുടെ ബലം കൂട്ടി. അപ്പോൾ ഈസിയായി നമുക്ക് ലാൻഡ് ചെയ്യാം. ഒപ്പം തന്നെ വിക്രം ലാൻഡറിൽ കുറച്ചുകൂടി ഇന്ധനം നിറച്ചു. ഇൻ കേസ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടി പറന്നുയർന്ന് മറ്റൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ ഉള്ള കെൽപ്പ് നമ്മൾ വിക്രം ലാൻഡറിന് കൊടുത്തു. നേരത്തെ മിഷനിൽ ആ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നേരെ ഡയറക്റ്റ് വന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു ചന്ദ്രയാൻ 2വിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇത്തവണ ഇൻ കേസ് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് രണ്ടാമതെടുത്ത് പോയി ലാൻഡ് ചെയ്യാൻ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ വിക്രം ലാൻഡറിൽ ഘടിപ്പിച്ചിരുന്നു. ഇനി ഞാൻ റോവറിനെ പറ്റി പറയാം. റോവർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവമൊന്നുമല്ല. ചെറിയൊരു വണ്ടി, അത്രയേ ഉള്ളൂ. ആ വണ്ടിക്ക് ഏകദേശം 25 കിലോ ഭാരമുള്ള ഒരു ചെറിയ വണ്ടി. ഏകദേശം ഇത്രയും വലുപ്പം വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നത്. 4 ചക്രമുള്ള ചന്ദ്രന്റെ പ്രതലത്തിലൂടെ അത്യാവശ്യം ഓടി നടന്ന് പഠനങ്ങൾ നടത്തുന്ന ഒരു ചെറിയ വണ്ടി. ഇത് വിക്രം ലാൻഡറിന്റെ ഉള്ളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു റാമ്പിലൂടെ അതിനെ പുറത്തേക്ക് ഇറക്കുക എന്നതായിരുന്നു നമ്മുടെ ഇസ്രോയുടെ ലക്ഷ്യം. വിക്രം ലാൻഡർ അങ്ങനെ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്യുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ചന്ദ്രന്റെ സൗത്ത് പോളിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ ആരും സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അപ്പോൾ സൗത്ത് പോളിലായിരുന്നു നമ്മൾ നേരത്തെ ചന്ദ്രയാൻ 1 ഒക്കെ ചെയ്തു പരീക്ഷിച്ചപ്പോൾ വെള്ളത്തിന്റെ സാന്നിധ്യം ഐസിന്റെ രൂപത്തിൽ കണ്ടുപിടിച്ചതൊക്കെ സൗത്ത് പോളിലായിരുന്നു. സൗത്ത് പോളിലെ ഒരു ക്രേറ്റർ, അതായത് ഒരു വലിയൊരു കുഴിയിലായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അതുകൊണ്ട് സൗത്ത് പോളിൽ തന്നെ ഇതിനെയും ലാൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനം കുറച്ചുകൂടി ഈസി ആകുമെന്ന് ഇസ്രോയ്ക്ക് അങ്ങനെ അറിയാമായിരുന്നു. ഇതിന്റെ മിഷൻ, അതായത് ഇതിന്റെ പഠനങ്ങൾ എല്ലാം നടക്കുന്നത് ഒരു ചാന്ദ്ര ദിനത്തിലാണ്, അല്ലെങ്കിൽ ഒരു ലൂണാർ ഡേയിലാണ്. ഒരു ലൂണാർ ഡേയുടെ വലുപ്പം ഭൂമിയിലെ 24 ദിവസത്തിന് തുല്യമായിരുന്നു. അതായത് ഏകദേശം ഒരു മാസം. ഒരു മാസം കഴിഞ്ഞാൽ അവിടെ തണുപ്പ് കൂടും. തണുപ്പ് കൂടുമ്പോൾ അവിടുത്തെ താപനില ഏകദേശം -273 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അറിയാം എന്താണ്, ഈ പറഞ്ഞ യന്ത്രങ്ങളൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനെ ഓഗസ്റ്റ് 23 ജൂലൈ 14 ഇവിടുന്ന് ലോഞ്ച് ചെയ്ത ചന്ദ്രയാൻ 3 എന്ന മിഷന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളും എല്ലാം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി വിക്രം ലാൻഡറെ ലാൻഡ് ചെയ്യിക്കേണ്ട സമയമായി. ലാൻഡ് ചെയ്യിക്കാനായി വിക്രം ലാൻഡർ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വിഘടിച്ചു. അങ്ങനെ സക്സസ്ഫുള്ളി ചന്ദ്രന്റെ സതേൺ പോളിൽ, ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തു, സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് തന്നെ പറയണം. നേരത്തെ പറ്റിയ തെറ്റുകളും അമളികളും എല്ലാം പഠിച്ച് ഇസ്രോ സക്സസ്ഫുള്ളി വിക്രം ലാൻഡറെ എവിടെ ലാൻഡ് ചെയ്യിച്ചു? ചന്ദ്രന്റെ സതേൺ പോളിൽ ലാൻഡ് ചെയ്യിച്ചു. സതേൺ പോളിൽ ലാൻഡ് ചെയ്ത ആ പോയിന്റിനെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അന്ന് തന്നെ ഒരു പേരിട്ടു, ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 ദിവസം അന്ന് മുതൽ നാഷണൽ സ്പേസ് ഡേ എന്ന പേരിൽ നമ്മൾ ആചരിക്കാൻ തുടങ്ങി. ഇന്ന് നാഷണൽ സ്പേസ് ഡേ ആചരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. ഇന്നും ധാരാളം മിഷനുകൾ, ധാരാളം പുതിയ കണ്ടുപിടുത്തങ്ങളും ഇസ്രോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായി പറയുന്നു, കഴിഞ്ഞ മാസം നടന്ന ഒരു ലോഞ്ച്, നാസയുമായി കൊളാബറേറ്റ് ചെയ്ത് ഇസ്രോ നടത്തിയ ആ ഒരു മിഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു അല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും വരാൻ പോകുന്ന ഗഗൻയാൻ പ്രൊജക്റ്റ് ആയാലും എല്ലാം ഇതിനുള്ള ഓരോ ചവിട്ടുപടികളാണ്. മനുഷ്യനെ അന്തരീക്ഷത്തിൽ എത്തിക്കുക എന്ന ഇന്ത്യയിലെ മിഷനായ ഗഗൻയാൻ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തന മേഖലയിലാണ്. ഇതുപോലെ ധാരാളം മിഷനുകൾ ഇനി വരാനുണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ 3ക്ക് ശേഷം വന്ന് ആദിത്യ L1 ആയാലും എല്ലാം ഒട്ടുമിക്കതും സക്സസ്ഫുൾ തന്നെയായിരുന്നു. അപ്പോൾ ഇസ്രോ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.